ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡിഗ്രി പ്രിലിംസുമായിട്ട് റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. ഇനി അതിൽ പ്രത്യേകമായിട്ട് ഭിന്നശേഷി ക്ഷേമത്തിനുള്ള കേന്ദ്ര പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഭിന്നശേഷി എന്ന് പറയുന്നത്? ശാരീരികമായോ മാനസികമായോ ബുദ്ധിപരമായോ സംവേദനപരമായോ ആയ ബലഹീനതകൾ ഉള്ളവരും ഇത്തരം ബലഹീനതകളുടെ പ്രതിബന്ധങ്ങളാൽ മറ്റുള്ളവർക്കൊപ്പം തുല്യ അളവിൽ സമൂഹത്തിൽ പൂർണ്ണമായും ഗുണപരമായ ഇടപെടലുകൾ നടത്താൻ കഴിയാത്തവരെയാണ് നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത്. ഇത് ജന്മനായോ അല്ലെങ്കിൽ ജനിതകപരമായോ ജന്മസിദ്ധമായോ ആർജിതമായോ എങ്ങനെ വേണമെങ്കിലും ആവാം എന്നതാണ് ഈ പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടന ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിക്കിളുകൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിർദ്ദേശക തത്വങ്ങളിലെ 41 ആർട്ടിക്കിൾ. ഇത് വൈകല്യമുള്ളവർക്ക് സഹായം നൽകുന്നതിനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത് ഇവർക്ക് സഹായം ലഭിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന അനുച്ഛേദമാണിത്. ഇനി ആർട്ടിക്കിൾ 243 ജിയും 243 ഡബ്ല്യുവും ഇവരെന്താ പറയുന്നത് പറഞ്ഞാൽ ഈ ധനസഹായം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും അധികാരവും കടുമയും നിർദ്ദേശിക്കുന്നതാണ് 243 ജി 243 ഡബ്ല്യു ആർട്ടിക്കിളുകൾ പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ ദിവ്യാംഗജൻ ശാക്തീകരണം വിഭാഗം അത് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഭിന്നശേഷി വകുപ്പിനെ പേര് മാറ്റിയതാണ് ദിവ്യാംഗജൻ ശാക്തീകരൺ വിഭാഗ് എന്ന് പറയുന്നത്. ഇത് 2012 മാർച്ച് 2 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പിന്നീട് 2012 മെയ് 12 വിജ്ഞാപനത്തിലൂടെ ഭിന്നശേഷി വകുപ്പിന് രൂപം നൽകി. 2016 ഭിന്നശേഷി വകുപ്പിനെ ദിവ്യാംഗജൻ ശാക്തീകരണം വിഭാഗ് എന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ 2012 ഭിന്നശേഷി വകുപ്പിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ട് 2012 മെയ്യിൽ അതിന് രൂപം നൽകുകയുണ്ടായി. പിന്നീട് 2016 ഇതിൻ്റെ പേര് മാറ്റിയതാണ് ദിവ്യാംഗജൻ ശാക്തീകരൺ വിഭാഗ് എന്ന് പറയുന്നത്. അടുത്തത് സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് രാജ്യത്തെ ഭിന്നശേഷിക്കാർ വിഭാഗങ്ങൾക്കെല്ലാം വിവിധ സേവനങ്ങൾ ലക്ഷ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് 2015 ഡിസംബർ 3 തുടക്കമിട്ട ഒരു ക്യാമ്പയിനാണിത്, സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. അടുത്തത് DDRS. എന്താണ് ഈ DDRS എന്ന് പറയുന്നത്? ദീൻ ദയാൽ ദിവ്യാംഗജൻ റീഹാബിലിറ്റേഷൻ സ്കീം. അതായത് ഈ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഇതര സംഘടനകളായ NGOs ഒക്കെ വഴി അവർക്ക് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ DDRS എന്ന് പറയുന്നത്. ഇനി PM ദക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭിന്നശേഷിക്കാരുടെ സ്കിൽ ഡെവലപ്മെന്റിന് ലക്ഷ്യമിട്ടിട്ടുള്ള ദേശീയ പോർട്ടലാണ് PM ദക്ഷ എന്ന് പറയുന്നത്. ഇതുവഴി ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനത്തിനുള്ള പരിപാടിയാണ് ദിവ്യാംഗജൻ കൗശൽ വിഭാഗ് എന്ന് പറയുന്നത്. ഈ ഭിന്നശേഷിക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഇത്തരം ജീവനക്കാരുടെ ക്ഷേമം ലക്ഷ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ് ദിവ്യാംഗജൻ റോസ്കാർ സേതു എന്ന് പറയുന്നത്. ദിവ്യാംഗജൻ റോസ്കാർ സേതു എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ ദേശീയ തലത്തിലുള്ള മേളയാണ് ദിവ്യ കലാമേള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഡിസംബർ 3 ഭിന്നശേഷിക്കാർക്കുള്ള അന്തർദേശീയ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് ഏതാണ്? ഡിസംബർ 3 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള അന്തർദേശീയ വർഷമായി ഐക്യരാഷ്ട്ര സഭ ആചരിച്ചത് 1981. അപ്പോൾ ഈ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് വരുന്നത്? കായികപരമായ വൈകല്യങ്ങൾ, ഭൗതികമായ ന്യൂനതകൾ, മാനസികമായ രോഗാവസ്ഥ, വിവിധ രോഗങ്ങൾ മൂലമുള്ള ഭിന്നശേഷി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവയൊക്കെയാണ് 2016 നിയമത്തിൽ ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ കുഷ്ഠരോഗം ഭേദമായവർ, പൊക്കക്കുറവുള്ളവർ, അതുപോലെ ആസിഡ് ആക്രമണത്തിന്റെ ഇരകൾ എന്നിവരും ഈ ഭിന്നശേഷി പട്ടികയിൽ വരുന്നതാണ്. അതുപോലെ പ്രത്യേകമായ പഠന വൈകല്യമുള്ളവർ, മാനസിക രോഗാവസ്ഥ, പാർക്കിൻസൺസ് രോഗബാധിതർ, രക്തസംബന്ധമായ രോഗാവസ്ഥ ഉള്ളവരെയും ഈ ഭിന്നശേഷി വിഭാഗത്തിൽ പെടുത്തുന്നുണ്ട്. 40% കൂടുതൽ വൈകല്യമുള്ള അവസ്ഥയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് പദ്ധതികൾ കൂടി നോക്കാം. കലാ കായിക മേഖലയിലെ മികവുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കാനുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. എന്താണ്? കലാ കായിക മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഒക്കെ ഭിന്നശേഷിക്കാരുടെ പദ്ധതിയാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരായ സന്താനങ്ങളുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം.
1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷി വിഭാഗങ്ങളുടെ പുരോഗതിയും പുനരധിവാസവും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് അതിജീവനം. മാനസിക വെല്ലുവിളി നേരിടുന്ന വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് പ്രതീക്ഷ. അക്കാദമിക തലത്തിൽ മികച്ച വിജയം നേടുന്ന ഭിന്നശേഷി വിഭാഗക്കാരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയമിത്രം. സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിവിധ സഹായങ്ങളും പിന്തുണയും നൽകാൻ വിദ്യാലയങ്ങളിലെ NCC, NSS, SPC യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കാനുള്ള പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി. ഇനി ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് വിദ്യാകിരണം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ് മലിനീകരണം എന്നതാണ്. ഒന്നാമത്തെ ജലമലിനീകരണം. ജലമലിനീകരണം ഉപരിതല ജലത്തെയും ഭൂഗർഭ ജലത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ഈ ഉപരിതല ജലമലിനീകരണത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വ്യവസായശാലകളിൽ നിന്നും മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളിൽ നിന്നും പുറന്തള്ളുന്ന രാസവസ്തുക്കൾ, കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും, കപ്പലുകൾ, ഓയിൽ ടാങ്കുകൾ എന്നിവയിലെ ചോർച്ച മൂലമുള്ള എണ്ണ തുടങ്ങിയവ ജലത്തിൽ കലരുന്നതാണ് ഉപരിതല ജലമലിനീകരണത്തിന്റെ കാരണങ്ങളിൽ പെടുന്നത്. അതുപോലെ നൈട്രജൻ പോലുള്ള വാതകങ്ങൾ അമിതമായി ജലത്തിൽ കലരുന്നത്, യൂട്രോഫിക്കേഷൻ, ആൽഗൽ ബ്ലൂം, അമ്ലമഴ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കും കാരണമാകും. അതുപോലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ജലത്തിലെ ലയിത്വത്തെ ബാധിക്കുന്നു. വ്യവസായശാലകൾ പുറന്തള്ളുന്ന മലിനീകാരികളാണ് മെർക്കുറി, ലെഡ്, ക്രോമിയം തുടങ്ങിയ സ്ഥൂലധാതുക്കൾ. അതുപോലെ പ്ലാസ്റ്റിക്, നിർമ്മാണ മേഖലയിൽ നിന്ന് പുറന്തള്ളുന്ന മൈക്രോ പ്ലാസ്റ്റിക് എന്നിവ. ഇവയെല്ലാം ജലത്തിൽ കലരുമ്പോഴാണ് ജലമലിനീകരണം പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അത് കൂടാതെ തന്നെ വീടുകൾ, ആശുപത്രികൾ എന്നിവ പുറന്തള്ളുന്ന മലിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികൾ പല മാരക രോഗങ്ങൾക്കും കാരണമാക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ കലരുന്നതിലൂടെ. ബയോമാഗ്നിഫിക്കേഷൻ. ഉയർന്ന പോഷണ തലത്തിലേക്ക് പോകുന്തോറും വിഷാംശത്തിന്റെ ഗാഢത കൂടി വരികയും ജീവികളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി ഉപാപചയത്തിന് വിധേയമാകുകയോ വിസർജിക്കപ്പെടുകയോ ചെയ്യാതെ വിഷവസ്തുക്കൾ മറ്റ് ജീവികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. വായുമലിനീകരണം. വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വായുമലിനീകരണം എന്ന് പറയുന്നത്. അമോണിയ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബണുകൾ, താപനിലയിലെ പുകക്കുഴലുകൾ, സ്മെൽറ്ററുകൾ, മറ്റ് വ്യവസായശാല തുടങ്ങിയവ പുറന്തള്ളുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റർ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. കൂടാതെ ഫോസിൽ ഇന്ധനങ്ങളും പരമ്പരാഗത ജൈവവസ്തുക്കളായ തടി, വിളകളുടെ അവശിഷ്ടങ്ങൾ, ചാണകം എന്നിവ കത്തുമ്പോഴുണ്ടാകുന്ന പുക, വാഹനങ്ങളുടെ പുക, പെയിന്റ്, ഹെയർ സ്പ്രേ, വാർണിഷ്, എയറോസോൾ സ്പ്രേ എന്നിവയും വായുമലിനീകരണത്തിന് കാരണമാകുന്നതാണ്. പ്രകാശ മലിനീകരണം. അനാവശ്യമായതും തീവ്രത കുറഞ്ഞതോ കൂടിയതോ ആയ കൃത്രിമ വിളക്കുകളുടെ സാന്നിധ്യമാണ് പ്രകാശ മലിനീകരണത്തിന് കാരണം. ലൈറ്റ് ട്രെസ്പാസ്, ഓവർ ഇല്യൂമിനേഷൻ, ഗ്ലെയർ എന്നിവ ഇതിൽ പെടുന്നു. രാത്രിയിലെ ആകാശ കാഴ്ചകൾ അമിത കൃത്രിമ പ്രകാശം മൂലം മറയ്ക്കപ്പെടുന്ന പ്രതിഭാസമാണ് സ്കൈ ഗ്ലോ എന്ന് പറയുന്നത്. ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രകാശ മലിനീകരണത്തിന്റെ ദോഷങ്ങൾ എന്നാണ് ചോദിച്ചാൽ, കടലാമകളുടെ സഞ്ചാരപാതയെ ദോഷകരമായി ബാധിക്കും. അമിതമായ തെരുവ് വിളക്കും ചെറു പ്രാണികളുടെയും പക്ഷികളുടെയും സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തും. മിന്നാമിന്നികളുടെ ഇണചേരലിനെ തടസ്സപ്പെടുത്തും. ദേശാടന പക്ഷികൾ കൃത്രിമ പ്രകാശത്തിൽ ദിശ തെറ്റിപ്പോകാനും കാരണമാകും. മണ്ണ് മലിനീകരണം. കാർഷിക മേഖലയിൽ വരുന്ന കീടനാശിനികൾ, രാസവളങ്ങൾ, കളനാശിനികൾ, കുമിൾനാശിനികൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയൊക്കെ
അമിതമായ ഉപയോഗമാണ് എന്തിന് കാരണമാവുന്നത്? മണ്ണ് മലിനീകരണത്തിന്. ഇനി റേഡിയോ ആക്റ്റീവ് മലിനീകരണം പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പുറപ്പെടുവിക്കുന്ന അപകടകരമായ വികിരണങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് റേഡിയോ ആക്റ്റീവ് മലിനീകരണം. ആണവോർജ നിലയങ്ങളിലെ ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയ, ആണവായുധ ഉപയോഗം എന്നിവ കാരണമായിട്ടാണ് പ്രധാനമായിട്ടും ഈ മലിനീകരണം ഉണ്ടാകുന്നത്. ഇനി ശബ്ദ മലിനീകരണം, അത് നമുക്കറിയാലോ. വാഹനങ്ങളുടെ ഹോൺ, നിർമ്മാണ മേഖലയിലെ ശബ്ദങ്ങൾ, കൂടാതെ ഇലക്ട്രിക് ജനറേറ്റർ, കട്ടറുകൾ, ടർബൈന്, വെടിക്കോപ്പുകൾ എന്നിവയെല്ലാം ശബ്ദ മലിനീകരണത്തിനുള്ള പ്രധാന കാരണങ്ങളാണ്. 90 മുതൽ 95 വരെ ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നത് ബധിരതയ്ക്കും കാരണമാവുന്ന ഒന്നാണ്. ഇനി കാലാവസ്ഥാ വ്യതിയാനം. ഹരിതഗൃഹവാതകങ്ങളുടെ അതിരുകടന്ന പുറന്തള്ളൽ മൂലം താപനില ക്രമാതീതമായി ഉയരുന്നു, ഹിമാനികൾ ഉരുകുന്നു, സമുദ്രനിരപ്പ് ഉയരുന്നു, പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുകയും ജൈവ വൈവിധ്യ ശോഷണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഹരിതഗൃഹവാതകങ്ങളുടെ അതിരുകടന്ന പുറന്തള്ളൽ മൂലമാണ്. വനനശീകരണമോ മാനവ രാശിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കായിട്ട് ആഹാരത്തിനും തടിക്ക്, വിറകിന്, കന്നുകാലി വളർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് വനഭൂമി വെട്ടി നശിപ്പിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർബണിനെ ജൈവപിണ്ഡമാക്കി മാറ്റുന്ന മരങ്ങൾ നഷ്ടമാവുന്നത് കാരണം കാർബൺ സന്തുലനാവസ്ഥ തകരാറിലാകും. കൂടാതെ ജലചക്രത്തെ ബാധിച്ച് മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യും. ഭാവിയിൽ ഇതൊരു മരുഭൂമി വൽക്കരണത്തിന് കാരണമാകും. ജലമലിനീകരണം നമ്മൾ പറഞ്ഞു. ഗാർഹിക മലിനീകരണം മൂലവും രാസവളം മൂലങ്ങളും രാസ ഫാക്ടറികൾ മൂലമൊക്കെയാണ് ജലമലിനീകരണം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ ഗാഢത 6 ppm താഴെയായ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതാണ്. അതുപോലെ ജൈവ മാലിന്യങ്ങൾ അമിതമായി ജലത്തിലെത്തിയാൽ അവയെ ഓക്സീകരിക്കാനായി ധാരാളം ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വരുന്നു. തന്മൂലം O2യുടെ അളവ്, ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുകയും ചെയ്യും. ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവാണ് ജൈവ രാസ ഓക്സിജൻ ആവശ്യകത എന്ന് പറയുന്നത്. ശുദ്ധജലത്തിന്റെ ഈ ജൈവ രാസ ഓക്സിജൻ, അതായത് BOD എന്ന് പറയുന്നത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 5 ppm താഴെയാണ്. മലിനീകരിക്കപ്പെട്ട ജലത്തിന്റെ BODയുടെ മൂല്യം 17 ppm അതിൽ കൂടുതലോ ആയിരിക്കും. അതുപോലെ അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ പാളികളുടെ മലിനീകരണമാണ് അന്തരീക്ഷ മലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. ഇതിന്റെ മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10 to 50 കിലോമീറ്ററിനുള്ളിൽ കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ട്രോപ്പോസ്ഫിയർ മലിനീകാരികൾ ഏതൊക്കെയാണ്? സൾഫർ ഓക്സൈഡുകൾ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന സൾഫറിന്റെ ഓക്സൈഡുകൾ ആസ്മ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ നൈട്രജൻ ഓക്സൈഡുകൾ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ ഉയർന്ന തോതിലുള്ള ഡൈ നൈട്രജനും ഡൈ ഓക്സിജനും പ്രവർത്തിച്ച് നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ തിരക്കേറിയ നഗരങ്ങളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഈ ചുവന്ന പുക എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സൈഡുകളുടെ കാരണമാണ്. ഇവയെല്ലാം അമിതമായി വന്ന് നമ്മുടെ അന്തരീക്ഷം മലിനീകരിക്കപ്പെടാൻ കാരണമാകും. അതുപോലെ തന്നെയാണ് കാർബണും അമ്ലമഴയും മറ്റുമെല്ലാം ഈ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതും അന്തരീക്ഷ മലിനീകരണം മൂലം ഉണ്ടാവുന്നവയുമാണ്. നമ്മൾ ഓൾറെഡി ഹരിത ഇന്ധനത്തെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എന്താണ് ഹരിത ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ? പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഹരിതഗൃഹവാതക ബഹിർഗമനവും പരിസ്ഥിതി ആഘാതവും ഗണ്യമായി കുറയ്ക്കുന്നതുമായ ഏതൊരു ഇന്ധന സ്രോതസ്സുകളെയും നമ്മൾ എന്തെന്ന് പറയും? ഹരിത ഇന്ധനം എന്ന് പറയല്ലേ. അപ്പോൾ നമ്മുടെ ഈ കൽക്കരി, പെട്രോളം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ അമിതമായി ഉപയോഗിച്ച് പറഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും, എയർ പൊല്യൂഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ അത് കുറയുകയും ചെയ്യും. അതായത് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ ഇല്ലാതെ ആവുകയും ചെയ്യും. നമുക്ക് വീണ്ടും അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഈ ഹരിത ഇന്ധനങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കാൻ തുടങ്ങും. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പരിസ്ഥിതിക്കുണ്ടാകുന്ന മറ്റ് മലിനീകരണം തടയാനും ഹരിത ഇന്ധനങ്ങൾ മൂലം നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ശുദ്ധമായ ഊർജത്തിലേക്കുള്ള മാറ്റത്തിന്റെ
പാതയിലേക്ക് നമ്മുടെ ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുകയാണ്. 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന 26ാമത് UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിലാണ് ഈ ലക്ഷ്യം ഇന്ത്യ പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇന്ത്യ ഹരിത ഇന്ധനങ്ങൾക്കായി ഒട്ടേറെ നയങ്ങളും പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്നുകൂടെ നോക്കാം. ഗ്രീൻ ഹൈഡ്രജനും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2021 75ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ് ദേശീയ ഹൈഡ്രജൻ ദൗത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. 2030ഓടെ പ്രതിവർഷം 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ ഈ ദേശീയ ഹൈഡ്രജൻ ദൗത്യത്തിന് 2022 ജനുവരി 4-നാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2047 ആകുമ്പോഴേക്കും ഊർജ്ജ സ്വയം പര്യാപ്തമാകാനും 2070ഓടെ നെറ്റ് സീറോയിലേക്ക് എത്താനുമാണ് നമ്മുടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇനി നമ്മുടെ പ്രധാന ഹരിത ഇന്ധനങ്ങൾ കൂടി നോക്കാം. ജൈവ ഇന്ധനങ്ങൾ, സസ്യങ്ങൾ, ആൽഗകൾ, കാർഷിക മാലിന്യം, ജന്തു അവശിഷ്ടങ്ങൾ തുടങ്ങിയവ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ദ്രവ ഇന്ധനങ്ങളാണ് ജൈവ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾക്ക് മികച്ച ബദലായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ബയോഫ്യൂവലുകളുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഈ മേഖലകളിൽ സർക്കാരുകൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ എല്ലാ വർഷവും ഓഗസ്റ്റ് 10-ന് ലോക ബയോഫ്യൂവൽ ദിനം ആചരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 10-ന് ബയോഡീസൽ, ബയോ എഥനോൾ, ബയോഗ്യാസ്, ഗ്രീൻ ഡീസൽ എന്നിവയാണ് പ്രധാന ജൈവ ഇന്ധനങ്ങൾ. ബയോഡീസൽ അതായത് സോയാബീൻ, സൂര്യകാന്തി, പാം ഓയിൽ തുടങ്ങിയ സസ്യ എണ്ണകളിൽ നിന്നോ മൃഗ കൊഴുപ്പുകളിൽ നിന്നോ എസ്റ്ററിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവക ഇന്ധനമാണ് ബയോഡീസലുകൾ എന്ന് പറയുന്നത്. ബയോ എഥനോൾ പറഞ്ഞാൽ എന്താണ്? ചോളം, കരിമ്പ്, മധുരക്കിഴങ്ങ്, ചിലയിനം ബീട്രൂട്ട് അല്ലെങ്കിൽ കാർഷിക മാലിന്യം പോലെയുള്ള സസ്യവസ്തുക്കളിലെ പഞ്ചസാരയെ ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെ പുളിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു തരം ആൽക്കഹോളാണ് ബയോ എഥനോൾ എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ ഡീസൽ, പുനരുപയോഗിക്കാവുന്ന ഡീസൽ അല്ലെങ്കിൽ ഹൈഡ്രോ ട്രീറ്റ്സ്ഡ് വെജിറ്റബിൾ ഓയിൽ എന്നും ഗ്രീൻ ഡീസൽ അറിയപ്പെടുന്നു. സസ്യ എണ്ണകൾ, മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച ശേഷം വരുന്ന മാലിന്യ എണ്ണകൾ തുടങ്ങിയവ പുനരുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്രീൻ ഡീസൽ എന്ന് പറയുന്നത്. അടുത്തത് ബയോഗ്യാസ്. അത് നമുക്കറിയാം അല്ലെ, നിയന്ത്രിത സാഹചര്യങ്ങളിൽ ജൈവവസ്തുക്കളെ അഴുകാൻ അനുവദിക്കുന്നതിലൂടെയാണ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. വായു സമ്പർക്കമില്ലാതെ ഈ മാലിന്യങ്ങളെ അഴുകുന്ന ജൈവവസ്തുക്കളിൽ മെത്തനോജനിക് വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ബയോഗ്യാസ് കിട്ടുന്നത്. ബയോ ബ്യൂട്ടനോൾ പറഞ്ഞാൽ എന്താണ്? അന്നജം തുടങ്ങിയ സസ്യവസ്തുക്കളിൽ നിന്ന് ഫെർമെന്റേഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ആൽക്കഹോളാണ് ബയോ ബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. പിന്നെ ഹരിത ഹൈഡ്രജൻ, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കാതെ പൂർണ്ണമായും പുനരുപയോഗ ഊർജത്തെ അധിഷ്ഠമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനാണ് ഹരിത ഹൈഡ്രജനുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഫ്യൂവലുകൾ എന്ന് പറയുന്നത്? കൃത്രിമമായി നിർമ്മിക്കുന്ന ഇന്ധനങ്ങളാണ് ഈ ഫ്യൂവലുകൾ എന്ന് പറയുന്നത്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും സംയോജിപ്പിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് ഹരിത ഇന്ധനങ്ങളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലിഥിയം അയൺ ബാറ്ററികൾ. നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ബാറ്ററി സാങ്കേതിക വിദ്യ ഏതാണ്? ലിഥിയം അയൺ ബാറ്ററികളാണ്. ഇവയ്ക്ക് ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും താരതമ്യേന കുറഞ്ഞ ഭാരവുമാണുള്ളത്. പെട്ടെന്ന് ചാർജ് ചെയ്യാനും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും ലിഥിയം അയൺ ബാറ്ററികളിലൂടെ സാധ്യമാണ്. ഇനി സോഡിയം അയൺ ബാറ്ററികളോ? ലിഥിയം അയൺ ബാറ്ററികൾക്ക് ഒരു മികച്ച ബദലാണ് സോഡിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. ലിഥിയത്തിന് പകരം സോഡിയം അയോണുകളാണ് ഇതിൽ ചാർജ് വഹിക്കുന്നത്. ഇനി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ. ഇലക്ട്രിക് വാഹന ബാറ്ററി സാങ്കേതിക വിദ്യയിലൂടെ അടുത്ത തലമുറ മുന്നേറ്റമായി ഇവ കണക്കാക്കുന്നു. ദ്രാവക ഇലക്ട്രോലൈറ്റുകൾക്ക് പകരം ഖര ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മളെ ഒരു വേൾഡ് ഹിസ്റ്ററി എടുത്താൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അവരെങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഈ 3 തട്ടുകളെ അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്? 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാരം നിയന്ത്രിച്ചിരുന്ന ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതയും ധൂർത്തിനുമെതിരെ നടന്ന വിപ്ലവത്തെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായിട്ട് 3 എസ്റ്റേറ്റുകളായിട്ടാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന ബൂർബൻ രാജാക്കന്മാർ, ഏത് രാജാക്കന്മാരാണ്? ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ എന്നിവരടങ്ങിയ ഭരണകൂടത്തിന്റെ ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവ തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും കാരണം ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാകുന്നതിന് കാരണമായി. 1974 ലൂയി 16 ഫ്രാൻസിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായം നൽകിയ ഫ്രാൻസിലെ ചക്രവർത്തിമാരായിരുന്നു ലൂയി 16 എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ സഹായം നൽകിയപ്പോൾ എന്തായി? ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ത് ചെയ്തു? കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ കാരണമാണ് എന്തുണ്ടായത്? ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ എസ്റ്റേറ്റിൽ ആദ്യത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? പുരോഹിതന്മാരാണ് ആദ്യത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ കയ്യിൽ എന്താണ്? ധാരാളം ഭൂപ്രദേശങ്ങളും അതുപോലെ ധനങ്ങളും, അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ വഹിക്കുന്നവരൊക്കെ ഏതിലുണ്ടായിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് ആരാണെന്ന് ചോദിച്ചാൽ പ്രഭുക്കന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ സൈനിക സേവനം നടത്തിയവരൊക്കെയാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അവസാനത്തെ എസ്റ്റേറ്റിൽ ബാക്കിയുള്ള കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകന്മാര്, ബാങ്കര്, കൈത്തൊഴിലുകൾ എന്നിവരെല്ലാമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ 2 തരം നികുതി വേറെ പിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തിതേ എന്ന നികുതിയും അതുപോലെ തൈലേ എന്ന നികുതിയും. തിതേ എന്ന നികുതി എന്തിനാണ്? കർഷകരിൽ നിന്നും പുരോഹിതന്മാർ പിരിച്ചിരുന്ന നികുതിയാണ് തിതേ എന്ന് പറയുന്നത്. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള ഭൂനികുതി പിരിച്ചിരുന്ന ആരാണ്? പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ പിരിച്ച നികുതിയാണ് തിതേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിലെ ആൾക്കാർക്ക് നികുതി കൊടുക്കേണ്ടതില്ല. ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാര് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകന്മാരോട് തിതേ എന്ന നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല, മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരെല്ലാവരും തന്നെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? നികുതി നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ എല്ലാവരും മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള എല്ലാവരും തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി ആർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു? സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തിതേ എന്ന നികുതി പിരിച്ചത് പുരോഹിതന്മാരും തൈലേ എന്ന നികുതി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് എല്ലാവരും നിന്ന് പിരിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? അത് സർക്കാരുമായിരുന്നു. അപ്പൊ ഇത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചെങ്ങലയിലാണ് എന്ന പ്രസ്താവന. അത് ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനൊപ്പം ജനങ്ങളാണ് പരമാധികാരി എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രാൻസിലുണ്ടായ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ തത്വചിന്തകന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ വോൾട്ടെയർ എന്ന തത്വചിന്തകൻ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് വേർഡ്സും കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നോടെ എന്ന വിവാദപരമായ പ്രസ്താവന നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ മേരി ആന്റോയിനേറ്റ് ആണ്. മേരി ആന്റോയിനേറ്റ്. അതുപോലെ ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ഇതിലേതെങ്കിലും ചോദിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി എപ്പോഴാണ് ലൂയി 16 പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് എന്ന് ചോദിച്ചാൽ അത് 1789 പുതിയ നികുതികൾ ചുമത്താൻ രാജാവിന് മാത്രമായിട്ട് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. നിയമനിർമ്മാണ സഭയായ സ്റ്റേറ്റ് ജനറലിന്റെ അംഗീകാരം ആവശ്യമായിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ജനറൽ എന്നതുപോലെ തന്നെ 3 എസ്റ്റേറ്റിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന നിയമനിർമ്മാണ സഭയായിരുന്നു അത് എന്ന് പറയുന്നത്.
1789 മെയ് 5 ലൂയി 16 ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അങ്ങനെയെങ്കിൽ കൂടിയിട്ടും കർഷകർ, കരകൗശല തൊഴിലാളികൾ, സ്ത്രീകൾ എന്നിവർക്കൊന്നും ഈ സ്റ്റേറ്റ് ജനറലിൽ അംഗത്വം ഉണ്ടായിരുന്നില്ല. ഓരോ സ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിലായിരുന്നു ഇവിടെ തീരുമാനമുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആയിവരെ മറ്റുള്ളവർ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഓൾറെഡി മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് അംഗങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞു അല്ലെ. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ് കോമൺസ് എന്നറിയപ്പെടുന്നത്? റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ആശയം അവർക്ക് ലഭിച്ചത്. തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ 1789 ലൂയി 16 വിളിച്ചു ചേർത്ത സ്റ്റേറ്റ് ജനറലിൽ വെച്ചിട്ട്. അപ്പോൾ ഈ എല്ലാവർക്കും ഓരോ വോട്ട് എന്നുള്ളത് എന്ത് ചെയ്തു? രാജാവിനെ അനുകൂലിക്കുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർ എന്ത് ചെയ്തു? അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ സ്റ്റേറ്റ് ജനറലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഇറങ്ങിപ്പോയ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കി മാത്രമേ ഇനി പിരിയുകയുള്ളൂ എന്നവർ പ്രഖ്യാപിച്ചു. ഇതാണ് ചരിത്രത്തിൽ പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. നാഷണൽ അസംബ്ലി ഭരണഘടനാ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഫ്രാൻസിന്റെ പല ഭാഗങ്ങളിലും കലാപങ്ങളും നടന്നു. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് കൃഷി നശിക്കുകയും സാധാരണക്കാരുടെ ആഹാരമായ റൊട്ടിക്ക് വില വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ചയാണ്. ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായി കണക്കാക്കിയിരുന്ന ബാസ്റ്റിൻ ജയിൽ 1789 ജൂലൈ 14 1789 ജൂലൈ 14 വിപ്ലവകാരികൾ തകർക്കുകയും തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാർ പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും വസതികൾ തകർക്കുകയും ധാന്യങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. 1789 ഓഗസ്റ്റ് 4 ദേശീയ അസംബ്ലി ജന്മിത്ത വ്യവസ്ഥയും മുൻപ് നിലനിന്നിരുന്ന എല്ലാ നികുതിയും ഇല്ലാതാക്കി. പുരോഹിതരും പ്രഭുക്കന്മാരും കൈവശം വെച്ചിരുന്ന ഭൂമി ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടി. കലാപങ്ങൾ വ്യാപകമായതോടെ ലൂയി 16 ദേശീയ അസംബ്ലിയും അവർക്ക് തയ്യാറാക്കിയ ഭരണഘടനയും അംഗീകരിക്കേണ്ടി വന്നു. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുകയും ചെയ്തു. പുതിയ ഭരണഘടന പ്രകാരം രാജാവിന്റെ അധികാരങ്ങൾ കുറയുകയും ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ ഗവൺമെന്റ് ഘടകങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ഇതോടെ ഫ്രാൻസ് ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയായി മാറി. 1789 ഒക്ടോബർ മാസത്തിൽ പാരീസ് നഗരത്തിലെ ഒട്ടേറെ സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടല്ലേ, ഇതിന്റെ സ്മരണയുമായി സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഒരു ഇന്ത്യൻ ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു. അത് ആരായിരുന്നു? അത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള നമുക്ക് സമയമില്ല. നമ്മൾ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ എടുത്തതിലാണ് ഇന്ന് ഫ്രഞ്ച് വിപ്ലവം എടുത്തത്. അപ്പോൾ നമുക്ക് എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് പരമാവധി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഫ്രണ്ട്സ്.